നവോത്ഥാന സമിതിയുടെ അജണ്ട ലക്ഷ്യം സ്ത്രീകളെ ശബരിമല കയറ്റലാണോ? അത് മാത്രമായിരുന്നില്ല. അതാണോ അല്ലയോ എന്ന് പറ. അതിനെന്താ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിമും പിന്നെ അങ്ങനെയല്ല സാറേ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കിക്കോ. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞാൽ ഓരോ സമുദായത്തിനും അവരുടേതായ ഉന്നമനത്തിൽ ആ സമുദായത്തിൽ ഉന്നമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അതിനാണ് എല്ലാവരെയും കൂട്ടിയിട്ടുള്ളത്. അല്ലാതെ അവിടുത്തെ സ്ത്രീകൾ ശബരിമല കയറ്റാൻ വേണ്ടിയിട്ടല്ല. അതിലേക്ക് കൊണ്ട കെട്ടല്ലേ. നവോത്ഥാനം എന്താ? ഞാൻ ചോദിക്കട്ടെ, സംവിധാനം നടത്താൻ വേണ്ടി ഹിന്ദുക്കളുടെ സംഘടനയോടെ അതിനെയും കൂടെ പ്രതികരിക്കുന്ന സംവിധാനം. ഹിന്ദു മതത്തിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കേണ്ടത്? നിങ്ങൾ രണ്ടാണ് സാർ, രണ്ടാണ്. നവോത്ഥാന സമിതി എന്ന് പറഞ്ഞ എന്താണ്? കേരളത്തിലെ എല്ലാ മതങ്ങളെയും കൂടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നവോത്ഥാന സമിതി. മതങ്ങളിലെ പഴയ കാര്യങ്ങൾ സംഭവിക്കാനും സംഘടനേന്റെ ആണല്ലോ, ഒരു സംഘടനേന്റെ അല്ലല്ലോ. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഹിന്ദു സംഘടനയെ കുറിച്ചിട്ടാണ് പറയുന്നത്, അയ്യപ്പ പിന്നെ സംഗമത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആഗോള സംഗമത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെയാണ്? ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശബരിമല ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അവർ അതിൻ്റെ ഒരു ഭാഗമായി ഹിന്ദുക്കളെ ഒരു പ്രധാന സംഘടനയായി NSS അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ നവോത്ഥാന സമിതിയായിട്ട് കൂട്ടിക്കെട്ടാൻ പറഞ്ഞുള്ളൂ.